മുളിയാർ പഞ്ചായത്തിലെ ബാലനടുക്കത്ത് സ്ഥാപിച്ച ABC സെന്റർ അടച്ചുപൂട്ടുവാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് 14-ാം വാർഡ് ബാലനടുക്കം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് ബഹുജന ധർണ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. സമരം സിന്ദാബാദ്. അധികാരികളെ നിങ്ങൾ അറിയോ, മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ ABC എന്ന പദ്ധതി വന്ന് നാട്ടുകാരെ ദുരിതത്തിലാക്കി. ABC എന്നൊരു പദ്ധതി വന്ന് നാട്ടുകാരെ ദുരിതത്തിലാക്കി. വേണ്ടേ വേണ്ട, 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 വേണ്ടേ വേണ്ട. ABC എന്നൊരു പദ്ധതി വന്ന് നാട്ടുകാരെ ദുരിതത്തിലാക്കി. ഇപ്പോൾ ABC സെന്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിന് തൊട്ടടുത്ത് സ്കൂളും അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥാപനത്തിലെ അസഹനീയമായ ദുർഗന്ധത്താൽ അംഗൻവാടിയിലെ പിഞ്ചുകുട്ടികൾ ഛർദ്ദിക്കുന്നത് പതിവായിരിക്കുകയാണ്. ചുറ്റിലും താമസിക്കുന്ന നൂറുകണക്കിന് വീട്ടുകാർക്ക് സ്ഥാപനം തുടങ്ങിയതിനു ശേഷം ദുർഗന്ധവും പട്ടികളുടെ നിലവിളിയും കാരണം ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കും വലിയ പ്രയാസമാണ് ഈ കേന്ദ്രം സൃഷ്ടിക്കുന്നത്. പ്രസ്തുത ABC കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്നും മാറ്റി മുളിയാർ പഞ്ചായത്തിലെ ജനവാസമില്ലാത്ത സർക്കാർ വനമേഖലയിലോ വിജനമായ മറ്റു പ്രദേശങ്ങളിലോ പ്രത്യേകം ഷെൽട്ടർ പണിത് മാറ്റി സ്ഥാപിക്കുന്നതിനായി അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടണമെന്ന് സമരത്തിന്റെ ഭാഗമായി നൽകിയ നിവേദനത്തിൽ ജില്ലാ കളക്ടറോടും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് മുളിയാർ പഞ്ചായത്ത് 14-ാം വാർഡ് ട്രഷറർ P. അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി ജനകീയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് കെട്ടിക്കണം. അവിടെ ജില്ലയിൽ നിന്നുള്ള പട്ടികളെ ഒരു പ്രാവശ്യം 200 പട്ടികളെ കൊണ്ടുവരണമെന്നായിരുന്നു ആദ്യം നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് പോയ കളക്ടർ അവസാനം നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി വലിയൊരു സേവനം ചെയ്തെന്താണെന്ന് അറിയാമോ? 200 പട്ടികളെ 100 പട്ടികളാക്കി കുറച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഒരു പട്ടി കുരക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നു. അതേ സ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞ ഈ 100 പട്ടികളെ ഒന്നിച്ച് കുരക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ മലിനീകരണത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അന്നത്തെ സമയത്ത് ഇതെടുത്ത ഉത്തരവാദപ്പെട്ട ജനപ്രതികളാവട്ടെ ഉദ്യോഗസ്ഥന്മാരട്ടെ, അവരെ ഏതെങ്കിലും ഒരു തവണയെങ്കിലും ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ പദ്ധതി ആ ജനവാസ കേന്ദ്രത്തിൽ വരുമായിരുന്നില്ല. ജനവാസമില്ലാത്ത ഏത് സ്ഥലത്താണെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അവിടെ ഇത്തരത്തിലുള്ള പദ്ധതി വേണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഈ ജനവാസ കേന്ദ്രത്തിൽ വേണ്ട 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 എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ജനറൽ സെക്രട്ടറി ഹനീഫ ബോവിക്കാനം സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് BM അബൂബക്കർ, ഷെരീഫ് കൊടവഞ്ചി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസ്ന മനാഫ്, പഞ്ചായത്ത് വികസനകാര്യ സമിതി ചെയർമാൻ ഹനീഫ പൈക്ക, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീർ മൂലടുക്കം, ലൂബ്ന മുനീർ, മിസ്രിയ റഫീഖ്, മുസ്ലിം ലീഗ് നേതാക്കളായ BK ഹംസ, സിദ്ദിഖ് ബോവിക്കാനം, BM അഷ്റഫ്, അബ്ദുള്ള ഡൽമ, K. മുഹമ്മദ് കുഞ്ഞി, മനാഫ് എടനീർ, മൊയ്തു ബാവാഞ്ഞി, K. അബ്ദുൾ ഖാദർ കുന്നിൽ, മറിയമ്മ അബ്ദുൾ ഖാദർ, സമീർ അല്ലാമ നഗർ, റംഷാദ് ബാലനടുക്കം, സുഹറ ബാലനടുക്കം, സുഹൈദ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർക്കള.